ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങളൊരു കസിൻ്റെ വീട്ടിൽ വിരുന്ന് വന്നതായിരുന്നു. ആ ദൂരെ പാടത്ത് നിന്ന് കാണുന്നതാണ് ഞങ്ങളുടെ വീട്. ചാച്ചുവാണ് ആ ഓടി വരുന്നത്. പാറകൾ നിറഞ്ഞ ഒരു കുന്നിൻപുറമായിരുന്നു. ഞാൻ ഒത്തിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടി നടന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉയരങ്ങൾക്ക് പോകുന്നതൊരു ആകാശം തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. ചുറ്റിനും പച്ചപ്പ് നിറഞ്ഞ വലിയ കാടുകൾ. സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ട് ചുവപ്പ് ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഒരു ഗിഫ്റ്റ് ഒരുക്കി വെച്ച പോലെ തോന്നി. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. പറമ്പ തന്നെ തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഒരുക്കി വെച്ച ഗിഫ്റ്റ്. പറമ്പ ഒരു സ്ലൈഡായിരുന്നു. ഒത്തിരി കുട്ടികൾ ഞങ്ങളെ കൂടെ കളിക്കാനുണ്ടായിരുന്നു. അവരുടെ വീടെല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ്. ചാച്ചുവിന് ആടിനെ അധികം ഇഷ്ടമായതുകൊണ്ട് ഓൻ ഉരുസൽ നിർത്തി ആടിൻ്റെ പിന്നാലെ പോയി. ഈ പാറമേലുള്ള സ്ലൈഡ് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്ഭുതമായാണ് തോന്നിയത്. കുട്ടികൾ ഒരിച്ച് അതൊരു മിനുസ പരുവമായിരിക്കുന്നു. അതുകൊണ്ട് ഡ്രസ്സ് കേടുവരും എന്നുള്ള പേടിയുണ്ടായിരുന്നില്ല. കൂടുതൽ എളുപ്പത്തിന് പോകാൻ വേണ്ടി അവിടുത്തെ കുട്ടികൾ നിർദ്ദേശിച്ച പ്രകാരം പ്ലാസ്റ്റിക് കുപ്പികൾ ചളുക്കി വെച്ച് അതിന്മേലിരുന്ന് വളരെ പെട്ടെന്ന് സ്പീഡിലും പോവാൻ കഴിയുന്നു. ചാച്ചുവിനാണ് അത് വെച്ച് ഞങ്ങളെക്കാട്ടും കൂടുതൽ പോവാൻ കഴിഞ്ഞത്. പാറ കഴിഞ്ഞ് പുല്ലിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത് കണ്ടപ്പോൾ ഒരുപാട് ചിരിച്ചു. നിങ്ങൾക്ക് ഇത് കണ്ട് എന്താണ് അഭിപ്രായം തോന്നിയത്? അത് കമൻറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ ഒത്തിരി നേരം കളിച്ചു. അവിടുന്ന് പോരാനേ തോന്നിയില്ല. കളിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. മുട്ടരുത്, വീഴരുത്, കാലിൽ നിർത്തി വെക്കണം. ഞങ്ങളെ സുരക്ഷയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ്. വന്ന ഭാഗത്തോടെ ഞങ്ങളെ കളി തുടർന്നു വന്നു. അച്ഛൻ വളരെ പെട്ടെന്നാണ് താഴേക്ക് എത്തുന്നത്. കുട്ടിക്കുറുമ്പ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിൽ ഞാൻ പെട്ടെന്ന് കളി ഓരോ പ്രാവശ്യം കഴിയുന്നതോറും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. കൊച്ചു കിടന്നിട്ടൊക്കെയാണ് വരുന്നത്. ചാച്ചു പിന്നെ അത് വണ്ടി ഓടിക്കുന്ന രൂപത്തേക്ക് മാറ്റി. അല്ലെങ്കിലും കുട്ടികളുടെ കുറുമ്പാണ് എനിക്കും ഇഷ്ടമാണ്. ഒരുപാട് വൈകി, ഇനി നാളെ വരാം. എന്നാൽ വിളി ശക്തമായപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പക്ഷെ ഞങ്ങളൊരു ഉറപ്പ് കാണിച്ചു. നാളെ വരണം, നേരത്തെ വരണം എന്നതായിരുന്നു ഞങ്ങളുടെ നിർദ്ദേശം. അപ്പോൾ ഞങ്ങളെ അവിടുന്ന് കൊണ്ടുപോകുക എന്നുള്ളത് മിലയുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സമ്മതിച്ചു. നാളെ വരാം എന്നുള്ള ആവശ്യത്തോടു കൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഒരിക്കലും മറക്കില്ല. അതേപോലെ നല്ല നിമിഷമായിരുന്നു ഇതും. ഒരു വ്യത്യസ്തതരം അനുഭവം. ഈ ഒരു കളിയുടെ രസം ഞങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. ഞങ്ങളുടെ വെക്കേഷൻ ഞങ്ങൾ ഞങ്ങളെ കസിൻ്റെ വീട്ടിൽ വന്ന് അടിച്ചു പൊളിച്ചു.